എപ്പോഴും എൻക്വയറി വരാറുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ്, അത് കൊളാബ് ചെയ്യുന്നതാണോ, എവിടെ നിന്നാണ്, എത്രയാണ് പ്രൈസ് എന്നുള്ള ഡീറ്റെയിൽ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം ഓരോരോ റീല് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ്, ഞാൻ കൊളാബ് ചെയ്ത് കൊടുക്കുന്നതാണോ, സ്വന്തമായിട്ട് മേടിച്ചതാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പം ഞാനിപ്പോൾ റീലെടുത്ത ആ പാടുക്ക് ആ കോസ്റ്റ്യൂം ഇട്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം കൊളാബും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് മേടിക്കുന്ന കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ എനിക്ക് ഇപ്പം കുറച്ച് കാലം പ്രോഗ്രാംസൊക്കെ കുറവാണ് തന്നെ പറയാം. അതിൻ്റെ മുമ്പായിട്ട് ഉദ്ഘാടനങ്ങൾ ഉണ്ടാവാറുണ്ട്, വേറെ എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് പോവാറ്. അപ്പം നമ്മൾ പേയ്മെൻറ്റ് മേടിച്ചിട്ട് നമുക്ക് ലോക്കൽ ഡ്രസ്സ് ഇട്ട് പോകാനും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എത്രയാണോ പേയ്മെൻറ്റ് മേടിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ വേണം നമ്മൾ പോകാനും. അപ്പോൾ അത് പ്രമാണിച്ചെന്ന് വെച്ചാൽ കുറേ ഡ്രസ്സുകൾ ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ചുമ്മാ മേടിച്ച് കൂട്ടിയതല്ല കേട്ടോ, ഇതേപോലെ ഉദ്ഘാടനത്തിന് പോകാനോ അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് പോകാനോ അതേപോലെ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നൊരു സംഭവം, ഒരു ഡ്രസ്സ് നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്യുക വെച്ചാൽ അടുത്ത കമൻറ്റ് വരും, ഇവർക്ക് ഇതേ ഡ്രസ്സുള്ളൂ എന്നുള്ളൊരു കമൻറ്റ് വരും. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും, പല സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം വാലുമ്പൊക്കി ചിലർ വരും, അവൾ സ്വയം സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പല ആൾക്കാർക്കും നമുക്ക് പറയാം, പല ആൾക്കാരുടെയും വിഷയം ഈ ഡ്രസ്സ് എന്നുള്ള സംഭവമാണ്. എന്താ നാദിർഷാന്നോ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെയൊക്കെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അവരും അവരുടെ വൈഫോടും ഒരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ഒരു ചാനലുകാർ പറയുന്നുണ്ട്, അടിപൊളി ഡ്രസ്സാണല്ലോ ഒന്ന് വൈഫ് ഇട്ടേ. എടുത്തേ വൈക്കുക നാദിർഷാ പറയുന്നുണ്ട്, എന്താക്കാൻ അടുത്തതിന് ഇടാൻ പറ്റൂലല്ലോ എന്ന്. അതാണ് അവസ്ഥ, സത്യാവസ്ഥ എന്ന് പറയുന്നത് അതാണ്. അപ്പം ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഓരോരോ പ്രോഗ്രാമിന് മേടിച്ച കേട്ടോ, നല്ല എക്സ്പെൻസീവാണ് ഗൈസ്. ഇതിന് 6 സംതിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ തന്നെ ഫ്രണ്ടിലൊക്കെ ഈ ഒരു പാറ്റേൺ, ബാക്കിലെ പാറ്റേണും കുറച്ച്, ബാക്കിൽ ഇതിന് ഹെവി വർക്ക് ഉണ്ട്. അപ്പം ബാക്കിലെ കുറച്ച് പാറ്റേൺ കുറവായിട്ടുള്ള ഇതിൻ്റെ തന്നെ റെഡ് കളറും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്വഭാവം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടമാവുക വെച്ചാൽ അതിൻ്റെ കളർ ചേഞ്ച് ഇട്ടേ അതും കൂടി ഞാൻ എടുക്കും. അപ്പോൾ ഇതേ കോസ്റ്റ്യൂം തന്നെ ഒരു റെഡ് കളർ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് കണ്ടതെന്ന് എനിക്കറിയില്ല. അതേപോലെ ഒരേ മോഡൽ ഗൗണ് എനിക്ക് 3 കളർ ചേഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അതും സെയിം പാറ്റേൺ കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 5000ൻ്റെ മുകളിലേക്കുള്ള റേഞ്ച് വരുന്ന ഡ്രസ്സുകളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇതൊക്കെ വെഡ്ഡിങ് ഗൗണാണ് ശരിക്കും പറയുക വെച്ചാൽ. വെഡ്ഡിങ് ഗൗണിനൊക്കെ നല്ല എക്സ്പെൻസ് ആണെന്നുള്ള, പക്ഷേ നമ്മൾ പോകുന്ന ഫങ്ഷൻ എന്താണോ ആ ഫങ്ഷനനുസരിച്ച് നമ്മൾ പോയിട്ടില്ല വെച്ചാൽ പിന്നെ നമ്മളാരും വിളിക്കൂല. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോവുകയാണ്. അപ്പം ഞാനൊരു ലോക്കൽ ചുരിദാറൊക്കെ ഇട്ട്, ഒരു പഴയ ഒരു ചുരിദാറൊക്കെ ഇട്ട് പോയാൽ അവർ താരതമ്യം ചെയ്യും. നമ്മുടെ നിലയും വിലയും എന്തിലാണ് നമ്മൾ പുറത്തുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുക വെച്ചാൽ അതിൽ ഫസ്റ്റ് പറയുന്നൊരു സംഭവം നമ്മുടെ ഡ്രസ്സ് തന്നെ കേട്ടോ. നമ്മുടെ ഡ്രസ്സ് വെച്ചിട്ട് നമ്മളെ വിലയിരുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞൊരു സംഭവമാണ്, എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് മാറ്റി ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാനിവിടെ കൊയിലാണ്ടി ഒരു ഷോപ്പ് പോയപ്പോൾ, ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഷോപ്പ് പോയ സമയത്ത് ഞാൻ സദാ ഒരു പാൻറ്റും ഒരു ടീഷർട്ടും ഇട്ടത്. അപ്പം ഞാൻ എന്താ വിചാരിച്ചത്, നമുക്ക് ചുരിദാർ ഇങ്ങനെ അതും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടേ ടീഷർട്ടാകുമ്പോൾ നമുക്ക് വേഗം നമുക്ക് ഹാൻഡിൽ ചെയ്യാനും സുഖമാണല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു ടീഷർട്ടും സാധാ ഒരു നമ്മുടെ ജീൻസിൻ്റെ പാൻറ്റും ഇട്ടിട്ട് പോയി. അപ്പം ഞാൻ അവിടുത്തെ സ്റ്റാഫ്, എൻ്റെ ഹസ്ബൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് എടുക്കാൻ പോകുക കേട്ടോ. ഹസ്ബൻഡ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞെന്താണെന്നറിയോ, ഷോപ്പിൽ ഏറ്റവും വില കൂടിയ ഡ്രസ്സ് ഏതാണോ അത് നീ മേടിക്കണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു അയച്ചതാണ്.
അപ്പം ഞാൻ ആദ്യമൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തോളിന്ന് പറഞ്ഞു. അപ്പം അവർ 5000, 6000 ആ റേഞ്ചിലൊക്കെ എടുത്തു. അപ്പം ഞാൻ എന്ത് കാര്യവും എൻ്റെ മൂത്ത സിസ്റ്ററുടെ അടുത്ത് ചർച്ച ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നേരെ അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 5000, 6000 രൂപയുടെ അതൊക്കെ എടുത്താൽ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ അത് മൂലയിലായി പോവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ നോർമൽ ഒരു ഡ്രസ്സ് എടുത്തോ, കാരണം നിനക്ക് ആ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പുറത്തുകൂടി പോകുമ്പോൾ ഇടാമെന്നും പറഞ്ഞു. അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ എന്താക്കി, ഞാൻ അവരോട് പറഞ്ഞു സദാ നോർമൽ ഒരു ഡ്രസ്സ് എടുക്കുമെന്ന്. എടുത്തേ വൈകി ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, പിന്നെ സ്റ്റാർട്ടിങ് ഒരു 2500 വരും കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്നെ വിലയിരുത്തല്ലേ, നിങ്ങൾ ഡ്രസ്സ് എവിടെയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു തന്നാൽ മതി എന്നാണ്. അപ്പം ഞാൻ കുറച്ച് സൗണ്ടിലാണ് സംസാരിച്ചത്. അപ്പോൾ ബാക്കി സ്റ്റാഫുകളൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പം എന്നോടൊന്ന് അറിയാഞ്ഞിട്ടാണ്, ഞങ്ങൾ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് എടുത്തത് 2010 1500 അങ്ങാണ്ടാണ്. കാരണം ഈ ഒരൊറ്റ സംഭവം കൊണ്ടാകും പിന്നീടത് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ എന്നുള്ളത്. പിന്നെ പലരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരുമെന്ന്. എൻ്റെ പൊന്നാര മക്കളെ ചോദിക്കരുത്. കാരണം എനിക്ക് മാത്രം എന്ന് വെച്ചാൽ ഒരു 2 ഡോറിൻ്റെയും ഒരു 3 ഡോറിൻ്റെയും അളമാറുണ്ട്. ഇതിലൊന്നും കൊള്ളാത്തതുകൊണ്ട് ഒരു കൊട്ടയിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ സൈഡിലിട്ട് വെച്ചാൽ ഈ ഒരു ഗൗണൊക്കെ മടക്കി വെക്കുക എന്ന് പറയുന്ന ഏച്ചാതി സ്ഥലം വേണമെന്നറിയോ. അപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇതൊന്നും വാഷിംഗ് മെഷീനിലിട്ട് അലക്കാൻ പറ്റില്ല. ഇതൊക്കെ നല്ല ഭയങ്കരമായിട്ട് എന്തോ ഗമ്മൊട്ടിച്ചിട്ടുള്ള കേട്ടോ, നമ്മൾ നൂതിയാലൊന്നും അങ്ങനെ പോകുന്നൊരു സ്റ്റോണല്ല. അപ്പം ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും എനിക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താക്കുന്നറിയോ, മെല്ലെ അരുണിൻ്റെ അമ്മൻ്റെ കയ്യിലാണ് കൊടുത്തയക്കും. അപ്പോൾ കൊടുത്തയക്കുമ്പോൾ ഞാൻ എന്താക്കുന്ന വെച്ചാൽ അമ്മ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ പറയും, അമ്മ അവിടെ വെക്ക്, അമ്മ അവിടെ വെക്ക്. അവിടുത്തെ അളമാറയിലും എൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതിൻ്റെ മെത്തേഡ് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാനിത് അവിടെ വെക്കുന്ന പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവച്ച് ഒക്കെ സ്ഥലമല്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ചിലർ ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുന്നു. കുറേയൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അർഹതപ്പെട്ടവരാണെങ്കിൽ ഞാൻ കൊടുക്കും. കാര്യം എന്താ വെച്ചാൽ എനിക്കിവിടെ തോന്നണം അവർക്കത് ആവശ്യമുണ്ട്. ചിലർ എനിക്ക് മെസ്സേജ് ചെയ്യും, ഉള്ളത് പറയുന്നതിന് എന്താ ചേച്ചി ഒരുപാട് ഡ്രസ്സുകൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്, ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് എനിക്ക് കൊറിയർ ചെയ്ത് തരൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ അവർ ജെന്യൂനാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നല്ല പ്രൈസ് വരുന്ന സംഭവം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിലൊരു കാര്യമില്ല, ഉപകാരപ്രദമാവുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം. ഞാനെന്നൊക്കെ വെച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു ഡ്രസ്സ് ഇത് ഈ പറഞ്ഞതുപോലെ 2 മണിക്കൂർ അങ്ങനെ ഇട്ടിട്ടാൽ ഇത് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ കല്യാണത്തിന് പോയപ്പോഴാന്ന് തോന്നുന്നു ആ കണ്ടെടുത്തത്. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇട്ടതിന് ശേഷവും ഇത് നമ്മൾ മൂലയിലിട്ടേക്കുക ചെയ്യുക. പക്ഷെ നമ്മുടെ പരിചയത്തിലുള്ള നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. ഒരുപാട് ഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്കൂടി തോന്നണം, നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർക്കൊക്കെ കൊടുക്കാറ്. അല്ലാതെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചോദിക്കും, ആരെങ്കിലും ഒരാൾ അവർക്ക് ഗതിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ അതവർക്ക് അതിനേക്കാട്ടിലും എന്താ പറയുക, മേടിക്കാൻ വഴിയില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മൾ അവരെയാണ് സഹായിക്കേണ്ടത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അത് കണ്ടറിയുന്നപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ പട്ടിണി കിടക്കുകയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കും? നേരെ മറിച്ച് നമ്മളിവിടെ കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്, നമുക്കത് പറഞ്ഞു കൊടുക്കാനും അവർക്കത് കണ്ടാലും മനസ്സിലാവും. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഡ്രസ്സുകൾ കൊടുക്കാറുള്ളൂ. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരുവിധം ഗൗണിനൊക്കെ ഈ 5000-ൻ്റെ മുകളിൽ റേഞ്ച് വരുന്നതാണ്. നമ്മൾ പൊങ്ങച്ചം പറയാനോ ഇതാക്കാനോ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഒരു ഷോപ്പിൽ കയറി ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വെഡ്ഡിങ് ഗൗണാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഗൗൺ ഇടാനാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മളൊരു ഫങ്ഷന് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഗൗണാണ്. നമുക്കെവിടെയും ഈ മറ്റേ ചുരിദാറൊക്കെ ആണെങ്കിൽ ടോപ്പ് പാറിപ്പോയ അയ്യോ, പാൻറ്റ്, ചില ലെഗിനൊക്കെ നമ്മളെ സ്ട്രക്ചറായിട്ട് കാണുമല്ലോ, അതൊക്കെ നമുക്ക് അൺകംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഡ്രസ്സും നോക്കണം, പുറത്തുള്ള ആളെയും നോക്കണം,
എനിക്ക് ഏറ്റവും വലിയൊരു, നമ്മൾ അഹങ്കാരം പറയല്ല, പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളൊരു ഫങ്ഷന് പോയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ അനുഭവിക്കുന്നൊരു സംഭവം എന്താണെന്നറിയോ? നമ്മളൊരു ഫങ്ഷന് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് അതിപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറാണെങ്കിലും ആ ഫങ്ഷൻ കഴിയോളും നമ്മളിങ്ങനെ നിൽക്കണം. ഇതൊന്നും മാറാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളോടത്ത് ഒരുപാട് ആൾക്കാർ സെൽഫി എടുക്കാൻ വരും. നമ്മളൊന്ന് ചിരിച്ചില്ലേ അവർ പറയും ഒക്കെ എന്തൊരു ചാടയാ എന്നുള്ളൊരു സംഭവം. ഏതെങ്കിലും ഒരു ഫങ്ഷൻ കഴിഞ്ഞ് വന്നാൽ ഇങ്ങനെ പിടിക്കാറ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചൊരു കാര്യമാണ്. അതേപോലെ ഞാനൊരു ആർട്ടിസ്റ്റ്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ. അപ്പം ഞാൻ ഈ ആളുടെ അടുത്ത് എന്തെങ്കിലും മെസ്സേജ് അയക്കുന്ന വിളിക്കുന്ന സമയത്ത് ആ സ്പോട്ടിന് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും, വാട്സപ്പ് ചെയ്യുന്ന പറഞ്ഞ്. അപ്പം ഞാൻ പറയും എന്തൊരു ചാടയാടേ, എന്തോ ഒരു ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിന് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ ലൈഫിൽ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി. കാരണം ഞാൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഞാൻ അടുത്ത് ടെക്സ്റ്റ് ചെയ്യില്ല, വാട്സപ്പ് ചെയ്യുമെന്ന് അറിയും. കാരണം നമുക്കൊരു 1 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും 10 പേരോട് സംസാരിക്കുമ്പോൾ ഇത്ര സമയമാവും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്. ഞാനിപ്പം നിങ്ങളൊരാളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളൊരാളെടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയത് തോന്നൂല. പക്ഷേ നിങ്ങളെടുത്ത് 10 പേര് വിളിക്കുമ്പം അത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷന് പോകുന്ന സമയത്ത് ഇതൊന്നും മാറാൻ പാടില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറയാ വെച്ചാൽ ഇങ്ങനെ നീണ്ടിട്ട് പോകും. അപ്പം കുറേ കാലമായി എനിക്ക് വരുന്നൊരു ചോദ്യമാണ്, എവിടുന്നാ ഡ്രസ്സ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, കൊളാബ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, ഉള്ളത് പറയുന്നതിന് എന്താ. പക്ഷേ ഞാൻ കൊളാബ് ചെയ്യുമ്പം ഞാൻ പേയ്മെൻറ്റ് മേടിക്കാറില്ല. മിനിമം 2 പ്രൊഡക്റ്റ് എന്നാണ് ഞാൻ പറയാറ്. പക്ഷെ ചിലരുടെ അടുത്ത് ഞാൻ അതൊരു പ്രൊഡക്റ്റേ വാങ്ങുള്ളൂ. ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറയും. എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. കാരണം നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫേഴ്സ് ഒരുപാട് വരും. പക്ഷേ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് കൊളാബ് ചെയ്യുമെന്ന് ചോദിച്ച ആൾക്കാർക്ക് പോലും ഞാൻ ചെയ്ത് കൊടുക്കില്ല എന്നാണ്. പക്ഷേ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ഈ ചെറിയ എന്താ പറയുക, ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഞാൻ ചെയ്ത് കൊടുക്കാറില്ല. എനിക്കെന്തോ ഒരുപക്ഷെ എൻ്റെ അഹങ്കാരമായിരിക്കാം, എന്നാലും വേണ്ടിയില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഡ്രസ്സിൻ്റെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഓൾമോസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ വെഡ്ഡിങ് ഗൗണാണ്, പ്രൈസ് വരും എന്ന് പറയുമ്പം നിങ്ങൾക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഇരുന്നാൽ മനസ്സിലാവില്ലല്ലോ. ഇതാണ് ഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു ലുക്ക് വരുന്നത്. വർക്ക് ഞാൻ പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടാണ്, പക്ഷേ എന്നാൽ പോലും സിമ്പിളായിട്ടാണ്. നമുക്ക് നല്ല സിമ്പിളായിട്ട് സംഭവം. പിന്നെ ബാക്കിൽ കുറച്ച് ഹെവി വർക്കുണ്ട്. അപ്പോൾ ഞാൻ ഹെവി വർക്കാണെങ്കിൽ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഷാളിൻ്റെ ലോക്ക് ചെയ്ത് ഇങ്ങനെ അറ്റം വരെയാണ് കേട്ടോ ഹെവി വർക്ക്. പോരാത്തതിന് നല്ല രീതിയിലുണ്ട്. അപ്പം ഇതാണ്. അപ്പം വയറ് തള്ളിപ്പിടിച്ചതാണ് ഗൈസ്. മറ്റേ മാം ടു ബി എടുക്കേണ്ട ഒരവസ്ഥയിലാണ്. കാരണം ഞാൻ ദിവസം കഴിയുന്നതിനനുസരിച്ച് തടിച്ചു വരിക കേട്ടോ. ആരായിരുന്നു എന്നോട് പറഞ്ഞു, എന്നെ കളിയാക്കിയിട്ടുണ്ട്, നമുക്ക് മാം ടു ബി എടുക്കാൻ പറഞ്ഞ്. അത്രമേൽ ഇപ്പം റെഡിയായില്ലേ. ഇന്ന് എൻ്റെ കെട്ടിയോൻ പറഞ്ഞിട്ടുണ്ട് 33 വയസ്സായി എന്നുള്ളത് ഓർത്തേക്കണേന്ന്. എന്തിനോർക്കണം? എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രായമേ ഇല്ല. ഞാനിപ്പോഴും 16-ൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പുറത്തുള്ള ആൾക്ക് ചിലപ്പോൾ ഞാൻ 33 എന്ന് പറയാനായിട്ടുള്ളൂ, 34ലേക്ക് എത്തിയില്ല. 33 ആവണമെങ്കിൽ അടുത്ത മാസം 15-ാം തീയതി ആവണം, എന്ന് വെച്ചാൽ ജൂൺ 15. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും 16-കാരിയാണ്. അപ്പം കാക്ക നിന്നോട് കളിയാക്കിയിട്ടുണ്ട്, എടി വയസ്സായി എന്നുള്ളത് ചിന്തിക്കണമെന്ന്. അപ്പോൾ അതാണ് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ. കുറേ ആയി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമായാലും കഷ്ടമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. ബൈ. കൈക്ക് ബാൻഡേജ് കെട്ടിയത് കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. വളയില്ലാഞ്ഞിട്ട് എന്തോ പോലെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ. പക്ഷെ ഓർണമെൻറ്റ്സൊക്കെ അയച്ചു വെക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നുണ്ടോ. അപ്പം അങ്ങനെയാണ്. ഏതായാലും ബൈ.